യുവ നേതാക്കൾ ഖദറിൽ നിന്നും അകലുന്നുവെന്ന് അജയ് തറയിൽ. ഖദറിനോട് എന്തിനാണ് നീരസമെന്നാണ് ചോദ്യം. കോൺഗ്രസിന്റെ അസ്തിത്വവും ഖദർ വസ്ത്രവും മതേതരത്വവുമാണ്. ഖദർ ഉപേക്ഷിക്കുന്ന മൂല്യങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് എന്നും എന്തിനാണ് ഡിവൈഎഫ്ഐ അനുകരിക്കുന്നതെന്നുമാണ് അജയ് തറയിലിന്റെ ചോദ്യം. അതിന് മറുപടിയുമായി KS ശബരിനാഥൻ രംഗത്തെത്തി. ഗാന്ധിയൻ ആശയങ്ങളുടെ പ്രതീകമായ ഖദറിനെ ഇപ്പോൾ കാണാൻ കഴിയില്ല എന്നാണ് ശബരിനാഥന്റെ മറുപടി. വസ്ത്രം ഏതായാലും മനസ്സ് നന്നായാലും മതിയെന്നും ശബരിനാഥൻ ഫേസ്ബുക്കിൽ മറുപടി നൽകിയിരിക്കുന്നു. സജോ ദേവസ്യ വിവരങ്ങളുമായി. സജോ, രണ്ടുപേരും ഫേസ്ബുക്കിലാണോ അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നത്? ഒരു തരത്തിൽ ഒരു ആശയപരമായ തർക്കമായി വേണമെങ്കിൽ കാണാം. സ്മൃതി, ഉറപ്പായും സമൂഹ മാധ്യമങ്ങളിലാണ്, പ്രത്യേകിച്ച് ഫേസ്ബുക്കിലാണ് ഈ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് അജയ് തറയിൽ. അദ്ദേഹം പറയുന്നത്, എന്തിനാണ് ഖദർ വസ്ത്രത്തോട് ഇത്ര നീരസം? യുവ നേതാക്കൾ ഖദർ വസ്ത്രം ധരിക്കുന്നതിൽ നിന്ന് അകലുകയാണ് സമീപകാലത്ത് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഖദറിനോട് അങ്ങനെ ഒരു നീരസത്തിന്റെ ആവശ്യമില്ല. കോൺഗ്രസിന്റെ അസ്തിത്വവും എന്നത് ഖദർ വസ്ത്രമാണ്. മതേതരത്വവും ഖദർ വസ്ത്രവുമാണ് അസ്തിത്വം. അത് ഉപേക്ഷിക്കുന്നത് മൂല്യങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്. മറ്റൊന്ന് അദ്ദേഹം പറയുന്നത്, ഡിവൈഎഫ്ഐക്കാരാണ് പൊതുവിൽ, ഡിവൈഎഫ്ഐ നേതാക്കളൊക്കെയാണ് കളർ വസ്ത്രമൊക്കെ ധരിച്ച് സാധാരണഗതിയിൽ ആ ഒരു ശൈലിയുള്ളത്. അതിനെ അനുകരിക്കും വിധമാണ്, അങ്ങനെയല്ല വേണ്ടത് എന്ന വാദം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയാണ്. അതിന് മറുപടി ശബരിനാഥൻ പറയുകയാണ്, താൻ വസ്ത്രധാരണത്തിൽ അത്ര കാർക്കശ്യമൊന്നും പാലിക്കുന്ന ആളല്ല. പക്ഷേ ഈ ഖദർ വസ്ത്രം എന്നത് ഡ്രൈ ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ സ്ഥിരമായി ഉപയോഗിക്കുക എന്നത് അത്ര പ്രായോഗികമല്ല പലപ്പോഴും. വസ്ത്രം ഏതായാലും മനസ്സ് നന്നായാൽ മതി എന്ന വാദം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. അങ്ങനെ ഒരു ചർച്ച സജീവമായി നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സമീപകാലത്തെ യുവ നേതാക്കൾ, പ്രത്യേകിച്ച് MP പദവിയിലടക്കം MLA പദവിയിൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഖദർ ഉപേക്ഷിച്ച് മറ്റു വസ്ത്രങ്ങൾ ധരിക്കുന്നുണ്ട്. അവരുടെ ചോയ്സ് ആണ്. പക്ഷേ അതിനെ വിമർശിക്കുന്നു ഒരു രീതിയിൽ അജയ് തറയിൽ. അതിന് മറുപടി ഇപ്പോൾ ശബരിനാഥൻ പറഞ്ഞിരിക്കുന്നു. മറ്റുള്ളവർ പറയുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ശരി, സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്.